ഹായ് മക്കളെ, SSLC ഫിസിക്സിലെ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? സൗണ്ട് വേവ്, ശബ്ദ തരംഗം എന്നുള്ള ഈ ചാപ്റ്ററിലെ ആദ്യം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പിരീഡ്, അതായത് പിരീഡിന്റെ ഇക്വേഷൻ ആണ്. പിരീഡിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? എടാ വളരെ സിമ്പിൾ ആയിട്ട് സാറ് പറയട്ടെ. പിരീഡിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് സാറ് പറയട്ടെ. എന്താ അറിയോ? വലിയ ടി ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. എന്താ ഇക്വേഷൻ? വലിയ ടി ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. ഇങ്ങനെ പഠിച്ചാൽ മതി. എങ്ങനെ പഠിക്കണ്ടേ? വലിയ ടി ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. എന്താ മക്കളെ കുഞ്ഞു ടി എന്ന് പറഞ്ഞാല് ടോട്ടൽ ടൈം ആണ്. എന്താണ്? ടോട്ടൽ ടൈം ആണ്. എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. എന്താടാ? നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. ഓക്കെ, നോക്കണേ. ടോട്ടൽ ടൈമും നമ്പർ ഓഫ് ഓസിലേഷൻ. മലയാളത്തിലെ ആകെ സമയവും ആവർത്തനങ്ങളുടെ എണ്ണവും അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് എൻ എന്നുള്ളത്. ഓക്കെ, അത് സെറ്റാണ്, പ്രയാസങ്ങളൊന്നുമില്ല. എടാ അടുത്തതാണ് ഫ്രീക്വൻസിയുടെ. ഇത് നേരെ തിരിച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടും. എഫ് ഈക്വൽ ടു എൻ ബൈ ടി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടും. സോ അതും പ്രശ്നമില്ല, അതും ഓക്കെ ആണ്. എടാ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ സാറ് പറയാം. എടാ ഇവിടുന്ന് ഇത് രണ്ടും വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചിലപ്പോൾ എക്സാമിന് വരാറുണ്ട്. എങ്ങനെയറിയോ? നമ്മളോട് ഫ്രീക്വൻസി തരും. എന്ത് തരും? ഫ്രീക്വൻസി തരും, ആവൃത്തി തരും, പീരീഡ് കണ്ടെത്താൻ വേണ്ടി പറയും. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എടുക്കാറ്? പീരീഡ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി, പീരീഡ് ഈക്വൽ ടു 1 ബൈ ആവൃത്തി. ഇത് നേരെ തിരിച്ചുകൊണ്ട് ആവൃത്തി ഈക്വൽ ടു 1 ബൈ പീരീഡ്. ഓക്കെ, ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ പീരീഡ്. ഈ 4 ഇക്വേഷൻ സെറ്റ് ആക്കി വെച്ചു, അടിപൊളിയായിട്ട് പഠിച്ചു. മക്കളെ ഇത് എപ്പോഴാണ് എടുക്കേണ്ട അറിയോ? നിങ്ങൾക്ക് നമ്പർ ഓഫ് ടെൻസ് n എന്ന് പറഞ്ഞ സാധനം തന്നിട്ടേ ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. സോ അത് സെറ്റാണ്. ഓക്കെ, അടുത്തതാണ് റിലേഷൻ ബിറ്റ്വീൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തതാണ് സ്പീഡ് ഓഫ് വേവിന്റെ ഇക്വേഷൻ. മക്കളെ അത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചു വെക്കൽ നിർബന്ധം. എന്താണ് അത്? ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ട്രയാങ്കിൾ ആയിട്ട് സാറ് പറഞ്ഞുതരാം. എന്താണ് ആ ട്രയാങ്കിൾ ആദ്യം പഠിക്കേണ്ടത്? മക്കളെ ആദ്യം പഠിക്കേണ്ട സാധനം എന്താ അറിയോ? ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, നമുക്ക് പിന്നെ മുകളിൽ കൊടുക്കേണ്ടത് നമ്മൾ വി ആണ് മുകളിൽ കൊടുക്കേണ്ടത്. വി ഫോർ വിക്ടറി. കണ്ടോ? വി ആണ് മെയിൻ. വി, പിന്നെ ഇവിടെ എഫ്, ഇവിടെ ലാംഡ. ഇതാണ് നമ്മൾ ട്രയാങ്കിൾ. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. വീന്റെ ഇക്വേഷൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? വീനെ പൊത്തി പിടിക്കും. അപ്പൊ എന്താ ഉള്ളത്? എഫ് ലാംഡ. സോ ഇക്വേഷൻ എന്താണ്? എഫ് ലാംഡ. എന്താ സാറേ വി എന്ന് പറഞ്ഞാല്? വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ് മക്കളെ. എന്താ സാറേ എഫ് എന്ന് പറഞ്ഞാൽ? എഫ് എന്ന് പറഞ്ഞാൽ ആവൃത്തിയാണ്, ഫ്രീക്വൻസി ആണ്. എന്താ ലാംഡ? ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. എന്താ സാധനം? വേവ് ലെങ്ത് ആണ്, അതായത് തരംഗദൈർഘ്യമാണ്. സോ അടുത്തത് എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ. എന്താ ഇക്വേഷൻ? വി ബൈ ലാംഡ. വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, വേഗമാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, തരംഗദൈർഘ്യമാണ്. അടുത്ത ഇക്വേഷൻ നോക്കണേ. ലാംഡ ഈക്വൽ ടു വി ബൈ എഫ്. ഇങ്ങനെ മക്കളെ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. സെറ്റാക്കി അടിപൊളിയാക്കി വെക്കണേ. 3 ഇക്വേഷനും നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 3 ഇക്വേഷനും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. എക്കോ വരുന്ന സമയത്ത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൽ, എക്കോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് മക്കളെ. നാളത്തെ ചോദ്യ പേപ്പറിൽ ഇത് വെച്ചിട്ടൊരു ചോദ്യം 100% ഉറപ്പാണ് വരും. ഓക്കെ, എക്കോ വരുന്ന സമയത്ത് അത് ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എക്കോ വരുന്ന സമയം എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് നിങ്ങളോട് പറയും, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ എന്ത് ചെയ്തു? ഒരു കാര്യം പറഞ്ഞു, അത് അവിടെ തട്ടിയിട്ട് തിരിച്ചു വന്നു. ഒന്ന്. രണ്ടാമത്തത് ഒരു ബാറ്റ്, അതായത് ഒരു എന്താ പറയാ, ഒരു വവ്വാലൊന്ന് വരക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഒരു വവ്വാൽ, ഇതാണ് ഒരു വവ്വാൽ എന്ത് ചെയ്തോടാ? വവ്വാൽ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ പുറത്തു വിട്ടു. അപ്പൊ ഇവിടെ ഒരു പ്രാണി ഉണ്ട്. ആരുണ്ടടാ? ഒരു പ്രാണി ഉണ്ട്. ഓക്കെ, ആ പ്രാണിന്റെ മേല് തട്ടിയിട്ട് ആ സൗണ്ട് തിരിച്ചു വന്നു. അത് പറയുമ്പോഴും ഈക്വേഷനാണ്. മൂന്നാമത്തത് ഇവിടെ ഒരു തോണി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിന്ന് ഒരാൾ ഒരു സൗണ്ട് താഴോട്ടിട്ടു, അവിടെ തട്ടിയിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ 3 കേസ്, ഇങ്ങനെ 3 രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നിങ്ങളോട് ചോദിക്കുക ഡിസ്റ്റൻസ് കാണാനാണ്, ദൂരം കാണാനാണ്. സോ അതിന്റെ ഇക്വേഷൻ ആണ് TV/2. എന്താ ഇക്വേഷൻ? TV/2. T പറഞ്ഞ ടൈമാണ്, V പറഞ്ഞ സ്പീഡാണ്, വെലോസിറ്റി ആണ്. ഓക്കെ, വേഗമാണ്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു അടിപൊളിയായിട്ടുള്ള സാധനമാണ് സെക്കൻഡ് ചാപ്റ്ററിൽ ഇക്വേഷൻസ്. ആകെ നമുക്ക് ഈ ഇക്വേഷൻ ആണ് മെയിൻ. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ 3 ഇക്വേഷൻ പഠിക്കും. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരുന്ന ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, അത് ലാസ്റ്റ് പറയാം. അതിന് മുന്നേ ഞാനിതാ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? M=HI/HO, അല്ലെങ്കിൽ എന്താടാ? V/U ഉണ്ട്. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ എന്താണ്? P=1/F. അതിനൊരു ഇക്വേഷനോടെ മക്കൾക്ക് പറഞ്ഞുതരാം. പവറിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണേ മക്കളെ.
പവറിൻ്റെ ഇക്വേഷൻ എന്താ പ്രത്യേകത അറിയാം? പവറിൻ്റെ ഇക്വേഷൻ പി സി ഈക്വൽ ടു 1/f എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കും. എപ്പോഴാണ് മക്കളെ ഈ ഇക്വേഷൻ എടുക്കാറോ? എഫ് എന്തിലാവുമ്പം എഫ് ഇൻ മീറ്റർ. എഫ് എന്തിൽ കൊടുക്കുമ്പോഴാ? എഫ് മീറ്ററിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. റെഡി? ഇനി പി സി ഈക്വൽ ടു 100/f. എപ്പോഴാണ് മക്കളെ ഈ ഇക്വേഷൻ എടുക്കുക? ഈ ഇക്വേഷൻ എടുക്കുക എഫ് ഇൻ സെന്റിമീറ്റർ. എഫ് സെന്റിമീറ്ററിലാണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കേണ്ടത്. അതൊരിക്കലും മറന്നു പോകരുത്, മാറിപ്പോകരുത്. സെറ്റാക്കുമല്ലോ, പ്രയാസപ്പെടൂലല്ലോ. എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഇക്വേഷൻ പഠിക്കാനുള്ള ഒരു കോഡ് കൂടി സാറ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ഇക്വേഷൻ പഠിക്കാനുള്ള കോഡാണ് എൻ്റെ മക്കളെ. ഇക്വേഷൻ പഠിക്കാനുള്ള കോഡാണ് മക്കളെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. ശ്രദ്ധിച്ചിരിക്കണേ. കോഡ് ഇതാണ്, ഉഫ് വി പ്ലസ്. എന്താ കോഡ്? ഉഫ് വി പ്ലസ്. എന്താ സാറേ ഈ കോഡ്? യൂസ് ഈക്വൽ ടു, എടാ യുവിനെ പൊത്തി പിടിച്ച്, അപ്പോൾ ബാക്കി എന്താണ്? എഫ് വി. എന്താ കിട്ടി? എഫ് വി ബൈ എഫ് മൈനസ് വി. ഓക്കെ, കിട്ടിയല്ലോ. എഫ് വി ബൈ എഫ് മൈനസ് വി. അടുത്ത നോക്കണേ എഫ് വി ബൈ എഫ് മൈനസ് വി കിട്ടി. അടുത്ത നോക്കണേ എഫിൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ എഫിനെ പൊത്തി പിടിക്കുക. ബാക്കി എന്താ? യു ഉണ്ട്, വി ഉണ്ട്. താഴെ അത് മൈനസ് ഇട്ട് ചെയ്താൽ യു വി ബൈ യു മൈനസ് വി. ഓക്കെ, പ്രശ്നമില്ല, അതും സെറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത വീൻ്റെ ഇക്വേഷൻ ആണ്. സോ വീൻ്റെ ഇക്വേഷനിൽ വീനെ പൊത്തി പിടിക്കുക. വി സീക്വൾ ബാക്കി എന്താണ്? യു എഫ് ബൈ യു പ്ലസ് എഫ്. അതെങ്ങനെ സാറേ? അതിന് മാത്രം പ്ലസ് ആയി. വി ഒരു വി ഐ പി ആണെന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ വീൻ്റെ മുകളിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. എടാ ഇത്രയും ഇക്വേഷൻസ് ആണ് ഇത് മെയിനായിട്ട് ഈ രണ്ട് ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. സോ ഈ ഇത്രയും ഇക്വേഷൻസ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് സാർ ലൈവിൽ വരുന്നുണ്ട്. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്ന് കൃത്യം 7:30 ലൈവിൽ നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും അതേ മോഡലിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ MS പ്രഡിക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ 7:30 കൃത്യം 7:30 നിങ്ങൾ എല്ലാവരും ലൈവിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് യുവർ മിഷാൻ സാർ. ഗുഡ് ബൈ.